ഡാൻസിനോട് ചെറുപ്പത്തിലേ ഇഷ്ടമൊക്കെ ആയിരുന്നു. പിന്നെ നമ്മുടെ ജീവിത സൗകര്യം കൊണ്ട് അങ്ങോട്ട് അതിലോട്ടൊന്നും പോകാൻ പറ്റിയില്ല. പിന്നെ എൻ്റെ പേരക്കുട്ടികളും എൻ്റെ മക്കളും ഒക്കെ എനിക്ക് അമ്മ എന്ത് ചെയ്താലും ഞങ്ങൾക്ക് സന്തോഷമുള്ളൂ. അപ്പോൾ അവരുടെ ഫുൾ സപ്പോർട്ട് കിട്ടിയപ്പോൾ ഇതൊക്കെ എനിക്ക് കൂടുതൽ എനർജിയായി. എനിക്ക് അങ്ങനെയില്ല, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ചാവറയിൽ തന്നെയാണ്. ചാവറയിൽ എന്നെ എടുത്ത് എൻ്റെ കഴിവിനെ കൂടുതൽ ഇതാക്കിയത് ഇവിടെയാണ്. അച്ഛനൊരു ആക്സിഡൻറ്റിൽ പെട്ട് അച്ഛൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി ഞങ്ങളുടെ വീടെല്ലാം പോയി. പിന്നെ അങ്ങനെ എല്ലാം കൊണ്ട് ഞങ്ങളങ്ങ് എന്താ പറയുക, വലിയ മലയുടെ മുകളിൽ നിന്ന് താഴേക്ക് വീണതുപോലെ ആയിപ്പോയി. പിന്നെ എന്നാലും ഞങ്ങൾക്ക് സന്തോഷമാണ്. ഞാനും അച്ഛനും അമ്മയും അടങ്ങുന്ന കുടുംബം, ഞങ്ങൾ സന്തോഷം. പാവം മനുഷ്യനായി, പാവം എന്ന് പറഞ്ഞാൽ ഭയങ്കര പടുപാവമല്ല എങ്കിലും വേണ്ടുന്നതായ രീതിയിൽ തൻ്റെ ഇടത്തോട് പ്രവർത്തിക്കുമായിരുന്നു. ചേട്ടൻ ഒരു നല്ല വ്യക്തിയായിരുന്നു, വ്യക്തിത്വമുള്ള വ്യക്തിയായിരുന്നു. പോണ വഴിക്ക് ഇങ്ങനെ ഫ്രണ്ട്സിനോടൊക്കെ പറയുമായിരുന്നു, കുട്ടീനെ ഞാൻ കല്യാണം കഴിക്കാൻ പോവുകയാണ്, ഞങ്ങൾ തമ്മിൽ ലവാണെന്നൊക്കെ. ജോലി ചെയ്യാനും എനിക്ക് മടിയില്ല. അതായത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് ജോലി ചെയ്യുമ്പോൾ. ഞാൻ എപ്പോഴും വിചാരിക്കുന്നത് എനിക്കിത് ചെയ്യാനായിട്ട് സർവേശ്വരൻ തന്ന ആ ആരോഗ്യത്തെ എടുത്തിട്ട് ഞാൻ മറ്റുള്ളവർക്കിട്ട് പറഞ്ഞു കൊടുക്കും. കുട്ടികളെ അയ്യോ നമുക്ക് വയ്യാന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും ഇരുന്ന് പോകും. അങ്ങനെ ചെയ്യരുത്. ഇന്നത്തെ ദിവസം കഴിഞ്ഞാൽ നാളെ നമുക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലോ, നമ്മൾ വല്ലയിടത്തും വീണ് കിടക്കുകയോ അല്ലെങ്കിൽ നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് തുടച്ച് നീക്കം ചെയ്താലോ. അപ്പം അതിലും നല്ലത് നമുക്ക് ഇന്ന് ചെയ്യാൻ കഴിയുന്നതിന് ചെയ്യുന്നത്. ഒരുപാട് കഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ എല്ലാത്തിനും, ഭക്ഷണത്തിന് മുതൽ വസ്ത്രത്തിന് വരെ. ഒരു വസ്ത്രം മാത്രം എടുത്തുകൊണ്ട് പഠിക്കുന്ന കാലത്ത് ഞാൻ ഈ ഗേൾസ് ഹൈസ്കൂളിൽ ഇവിടെ നിന്ന് വീട്ടിലെത്തുമ്പോൾ ഏകദേശം കുറേ സമയമാവും. അമ്മ തൻ മുലപ്പാലമൃതം നുകർന്നു വളർന്നവൻ കാലം തിരിയവേ മദ്യവും മയക്കമരുന്നും കഴിച്ചിട്ട് കാണിച്ചു കൂട്ടും നെറികേട് കണ്ട്. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി. ഹായ്, ഹലോ എവരിവൺ, ലൈഫ് നെറ്റ് ടിവിയിലേക്ക് സ്വാഗതം. ഞാൻ സാൻഡ്ര. നമ്മുടെ കൂടെ ഇന്ന് ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. ചേച്ചി, എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം, സുഖമായി പോകുന്നു. നമ്മുടെ പ്രേക്ഷകർക്കൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തേ, ആരാണ് ഷീല അയ്യപ്പൻ, എന്തൊക്കെ ചെയ്യണു, വീട് എവിടെയാണ്? എൻ്റെ വീട് ആദ്യം ഞങ്ങൾ ഇവിടെ എറണാകുളത്താണ് താമസിച്ചുകൊണ്ടിരുന്നത്, പുറമ്പോക്കിൽ. അവിടെ നിന്ന് ഞങ്ങളെ ലൈഫ് മിഷൻ്റെ പദ്ധതിയോടുകൂടി ഞങ്ങളെ P&T അപ്പാർട്ട്മെൻ്റ് എന്നും പറഞ്ഞുകൊണ്ട് മുണ്ടൻവേലിയിലേക്ക് പറിച്ചു കണ്ടു. ഞങ്ങൾ ഇപ്പോൾ അവിടെ താമസിക്കണം. അവിടെ താമസിക്കണം. ഇപ്പോൾ ഞാൻ വരുന്നത് പെരുമ്പാവൂരിൽ നിന്ന്. അതായത് പെരുമ്പാവൂരിലോട്ട് പോകണ്ട, കുറച്ച് കൂടി അടുത്ത് പോഞ്ഞാശ്ശേരി. അവിടെ എൻ്റെ മകൾ താമസിക്കണം. മകളുടെ അടുത്ത് കുറേ നാളായി പോയിട്ടപ്പോൾ ഇപ്പം മകളുടെ അടുത്ത് നിൽക്കണം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഭയങ്കര ഡാൻസ് ഒക്കെ കാണാറുണ്ട്, ഭയങ്കര എന്താ പറയുക, എനർജി ആണല്ലോ. അതായത് ഇപ്പൊ ചേച്ചിക്ക് 70 വയസ്സായല്ലേ? പിന്നെ 70 വയസ്സിൽ ഇത്രയും എനർജി ആയിട്ട് ഡാൻസ് കളിക്കണം. ഈ ഒരു എന്താ പറയുക, ഡാൻസിനോട് എപ്പോഴും ഇത്ര ഇഷ്ടം വന്നേ? ഡാൻസിനോട് ചെറുപ്പത്തിലേ ഇഷ്ടമൊക്കെ ആയിരുന്നു. പിന്നെ നമ്മുടെ ജീവിത സൗകര്യം കൊണ്ട് അങ്ങോട്ട് അതിലോട്ടൊന്നും പോകാൻ പറ്റിയില്ല. പിന്നെ എൻ്റെ പേരക്കുട്ടികളും എൻ്റെ മക്കളും ഒക്കെ എനിക്ക് അമ്മ എന്ത് ചെയ്താലും ഞങ്ങൾക്ക് സന്തോഷമുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അവരുടെ ഫുൾ സപ്പോർട്ട് കിട്ടിയപ്പോൾ ഇതൊക്കെ എനിക്ക് കൂടുതൽ എനർജിയായി. അതാണ് അതിൻ്റെ കാരണം. ഈ ഡാൻസ് ഒക്കെ ചെയ്യുമ്പോഴേ ഞാൻ തന്നെ കണ്ടു, നമ്മുടെ ഇവിടെ പ്രോഗ്രാം ഉള്ളപ്പോൾ ചേച്ചി ഡാൻസ് ചെയ്തിട്ടുണ്ട്, പോലീസ് അസോസിയേഷനിലൊക്കെ പോയി ചെയ്തിട്ടുണ്ട്. ഏറ്റവും ഇഷ്ടമായത് എവിടെ പോയി ഡാൻസ് ചെയ്തപ്പോഴാ? എനിക്ക് അങ്ങനെയില്ല, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ചാവറയിൽ തന്നെയാണ്. ചാവറയിൽ എന്നെ എടുത്ത് എൻ്റെ കഴിവിനെ കൂടുതൽ ഇതാക്കിയത് ഇവിടെയാണ്. പിന്നെ എനിക്ക് എൻ്റെ ഫ്രണ്ടും ഞാനും കൂടിയാണ് ഡാൻസൊക്കെ ഇവിടെ കളിച്ചത്. പിന്നെ പോലീസ് സ്റ്റേഷനിൽ അവിടെ തേവര പോലീസ് സ്റ്റേഷൻ അസോസിയേഷൻ്റെ വാർഷികത്തിന് ഞങ്ങളെ വിളിച്ചിട്ടുണ്ട്. ഞാൻ പോയിട്ട് ഞാനും എൻ്റെ പേരക്കുട്ടിയും കൂടി പോയി. എന്നിട്ട് ഞാൻ അവിടെ ചെന്നിരുന്നപ്പോഴത്തേക്കും അവിടുത്തെ ഓഫീസർ വന്നിട്ട് പറഞ്ഞ്, ചേച്ചി ഒരു ഡാൻസ് കളിക്കാം, അമ്മച്ചി ഒരു ഡാൻസ് കളിക്കണമെന്ന് പറഞ്ഞു. റെഡിയാണോ? അപ്പോൾ ഞാൻ പറഞ്ഞു ശരിയെന്ന് പറഞ്ഞു. അല്ലാണ്ട് നമ്മൾ അവിടെ ഡാൻസ് കളിക്കണം എന്നുദ്ദേശിച്ച് പോയില്ല. ഇവിടെ വെച്ച് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു. അവിടെ ചെന്നിട്ട് ഞാൻ വലിയ പ്രതീക്ഷിച്ചൊന്നുമില്ല. അവിടെ ചെന്ന് കളിക്കാൻ പറഞ്ഞ് ഞാൻ കളിച്ചു. അതിന് ആ വ്യക്തിയോട് എൻ്റെ കൂടുതൽ നന്ദി, കൃതജ്ഞത ഞാൻ പറയുന്നു. പിന്നെ ഡാൻസ് കളിച്ച്, പിന്നെ അവിടെ ഒരു കവിത പാടി. അത് സ്വന്തമായിട്ട് ഞാൻ എഴുതിയതാണ്.
നമുക്ക് വേണ്ടിട്ടൊന്ന് ആ കവിത പാടാൻ പറ്റുമോ? പിന്നെന്താ. ആ. അമ്മ തൻ മുലപ്പാലമൃതം നുകർന്നു വളർന്നവൻ കാലം തിരിയവേ മദ്യവും മയക്കമരുന്നും കഴിച്ചിട്ട് കാണിച്ചു കൂട്ടും നെറികേട് കണ്ട് അമ്മ തന്നുള്ളം തകർന്നിടുന്നു. എന്തിനീ മാരകമായുള്ള മദ്യവും മയക്കമരുന്നതും സേവിപ്പുമർത്യനീ വീടിനും നാടിനും ഉറ്റ സുഹൃത്തിനും നന്മകൾ ചെയ്ത് ഭൂമിയിൽ നിന്നും മൺമറയൂ. കൈയിരിക്കാതെ ഇരിക്കാൻ വേണ്ടിട്ട് എത്ര വരെ പഠിച്ചിട്ടുണ്ട്? 10ാം ക്ലാസ്. 10 വരെ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലേ? അതിനുശേഷം പഠിക്കാൻ പോകാൻ ആഗ്രഹം ഉണ്ടായിരുന്നു? ആഗ്രഹം ഉണ്ടായിരുന്നു. അച്ഛനൊരു ആക്സിഡൻറ്റിൽ പെട്ട് അച്ഛൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി ഞങ്ങളുടെ വീടെല്ലാം പോയി. പിന്നെ അങ്ങനെ എല്ലാം കൊണ്ടും ഞങ്ങളങ്ങ് എന്താ പറയുക, വലിയ മലയുടെ മുകളിൽ നിന്ന് താഴേക്ക് വീണതുപോലെ ആയിപ്പോയി. പിന്നെ എന്നാലും ഞങ്ങൾക്ക് സന്തോഷമാണ്. ഞാനും അച്ഛനും അമ്മയും അടങ്ങുന്ന കുടുംബം, ഞങ്ങൾ സന്തോഷം. എൻ്റെ അച്ഛൻ്റെ പേര് പരമേശ്വരൻ എന്നാണ്, അമ്മയുടെ പേര് സരസ്വതി. കാര്യപ്പറമ്പിൽ പരമേശ്വരൻ. അവർ 5 പേരാണ്, 3 പെങ്ങന്മാരും ഒരു ചേട്ടനും ഒരനിയനും. ചേച്ചി വീട്ടിൽ ഒറ്റ മോളായിരുന്നു? ഞാൻ ഒരു മകളാണ്. സ്കൂളിലൊക്കെ ഇതുപോലെ ഡാൻസ് കളിക്കാനൊക്കെ പോയിരുന്നോ? സ്കൂളിൽ കൈകൊട്ടിക്കളിക്ക് ഉണ്ടായിരുന്നു ഞങ്ങൾ. അതൊരു ടീച്ചർ, സുമതി ടീച്ചർ എന്ന് പറഞ്ഞിട്ട്, ആ ടീച്ചർ ഞങ്ങളെ പഠിപ്പിച്ചിട്ട് ഞങ്ങൾ കളിക്കുമായിരുന്നു. അങ്ങനെ. ഈ കൊച്ചില് ഡാൻസ് പഠിച്ചിട്ടുണ്ടോ കുഞ്ഞിലെ? ഒന്നും പഠിച്ചിട്ടില്ല. ഡാൻസ് ഒരുപാട് കാണും. ഡാൻസ് ചെയ്യണമെന്ന് താല്പര്യമുള്ളവരെ അവരെ പ്രോത്സാഹിപ്പിക്കും. കുട്ടി അത് ചെയ്യ്. പാടാൻ ഇച്ചിരി കഴിവുള്ളവരോട് പറയും, കുട്ടി പാട്, കുട്ടി പാട്, ചെറുതായിട്ടെങ്കിലും പാട്, അങ്ങനെ പറഞ്ഞു കൊടുക്കുമായിരുന്നു. ആരെ ഇത്രയധികം ഈ ഒരു പ്രോത്സാഹനം തരുന്ന ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്? ഇത് ചെയ്യാനായിട്ട് ശരിക്കും പറഞ്ഞാൽ എൻ്റെ കൂട്ടുകാർ, എൻ്റെ മക്കള്, എൻ്റെ പേരക്കുട്ടികൾ, പിന്നെ എൻ്റെ ഭർത്താവിന് ഇഷ്ടമായിരുന്നു പാടണത്, വലിയ ഇഷ്ടമായിരുന്നു. അവരുടെ വീട്ടുകാർക്ക് ഇഷ്ടമില്ല, പക്ഷേ ഭർത്താവിന് ഇഷ്ടമായിരുന്നു. ആളിപ്പോ മരിച്ചുപോയി, 14 വർഷമായി മരിച്ചത്. ഞാൻ കേട്ടായിരുന്നു ചേച്ചിയുടെ ഒരു ലവ് മാരേജ് ആണെന്നൊക്കെ. അതെ. എങ്ങനെയായിരുന്നു അത്, നമ്മളോട് പറയാൻ പറ്റും? പിന്നെ ഞങ്ങള്, അതായത് എൻ്റെ ഭർത്താവിന് അയ്യപ്പൻ എന്നാണ് പേര്, ഒഫീഷ്യൽ നെയിം പരമേശ്വരൻ എന്നാണ്. അപ്പം എൻ്റെ ചേട്ടന് ഇവിടെ ഈ സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഒരു സ്വാമിയുടെ കടയിൽ കാപ്പി വിൽക്കുന്ന ഇതായിരുന്നു. അപ്പം ഞങ്ങൾ ഇങ്ങനെ പോകുമ്പോഴത്തേക്കും പോണ വഴിക്ക് ഇങ്ങനെ ഫ്രണ്ട്സിനോടൊക്കെ പറയുമായിരുന്നു, ഈ കുട്ടീനെ ഞാൻ കല്യാണം കഴിക്കാൻ പോവുകയാണ്, ഞങ്ങൾ തമ്മിൽ ലവ് ആണെന്നൊക്കെ. പക്ഷേ എനിക്ക് അന്നേരം ഒന്നും അറിയത്തില്ല, അറിയാനും പാടില്ല. അങ്ങനെ എൻ്റെ അച്ഛൻ്റെ വീട്ടിൽ ഒരു ദിവസം ഇത് പോയിട്ട് ചോദിച്ചു, ഇങ്ങനെ ആ കുട്ടിയെ എനിക്ക് ഇഷ്ടമാണ്, കല്യാണം കഴിക്കണമെന്നൊക്കെ, അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു. നല്ല റൊമാൻറ്റിക് ആയിട്ടുള്ള ഹസ്ബൻഡ് ആയിരുന്നില്ലേ? പക്ഷെ പുറത്ത് കാണിക്കാൻ പറ്റൂലായിരുന്നു അന്നൊന്നും. റൊമാൻറ്റിക് മനസ്സിലായിരുന്നു. എത്ര മക്കളുണ്ട്? എനിക്ക് 3 മക്കള്. രണ്ടാമത്തത് ഒരു മോൻ, 2 ആൺമക്കള്, 2 ആൺകുട്ടികൾ. അവരൊക്കെ ഡാൻസ് ഒക്കെ കാണാറുണ്ടോ? എന്താ പറയാ? അവരൊക്കെ പ്രോത്സാഹിപ്പിക്കുക തന്നെ. അവര് ഈ ഡാൻസ് കണ്ടിട്ട് പറയും, അമ്മ സൂപ്പറായിരുന്നു എന്ന് പറയും. അവരല്ലേ ഏറ്റവും അവരെക്കാൾ കൂടുതൽ പറയണ എൻ്റെ പേരക്കുട്ടികളാണ്. എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ്. എല്ലാവരും സപ്പോർട്ടാണ്. എല്ലാവരും ഈ പ്രോഗ്രാംസ് ഒക്കെ നടക്കാൻ നേരത്തെ അവിടെ കാണാനൊക്കെ വരാറില്ല? ഇല്ല, അവർക്ക് വരാൻ പറ്റില്ല, അവർക്കൊക്കെ ജോലിയുള്ളതാ. അപ്പം ഇവിടെ വയ്ക്കുന്നത് മിക്കവാറും അവർക്ക് ജോലിയുള്ള സമയത്ത്. പിന്നെ പെട്ടെന്ന് ചിലപ്പോൾ 2 ദിവസം കൊണ്ടൊക്കെ ഇരിക്കും പറയുകയൊക്കെ ചെയ്യണം. അപ്പം അവർക്ക് വരാൻ പറ്റൂല. ഫോണിന് എന്താ പറ്റിയ? ഞാൻ വിളിച്ചപ്പോ ഒന്നും കിട്ടുന്നില്ലായിരുന്നു. അത് ഫോണൊന്ന് വീണതാ. എല്ലാത്തിനും ഭയങ്കര പോസിറ്റീവ് എനർജി ആണല്ലോ. ഡാൻസ് കളിക്കാൻ വിളിച്ചാൽ ഡാൻസ് കളിക്കാൻ വരും, പാട്ട് പാടാൻ വിളിച്ചാൽ പാട്ട് പാടാൻ വരും. ജോലി ചെയ്യുന്നത്, എന്നോട് ജോലിനെ കുറിച്ചൊരു കാര്യം പറഞ്ഞിരുന്നല്ലോ, എന്തായിരുന്നു പറഞ്ഞിരുന്നത്? ഒരു ജോലി ചെയ്യാനും എനിക്ക് മടിയില്ല. അതായത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. ജോലി ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കുന്നത്, എനിക്കിത് ചെയ്യാനായിട്ട് സർവേശ്വരൻ തന്ന ആ ആരോഗ്യത്തെ എടുത്തിട്ട് ഞാൻ മറ്റുള്ളവർക്ക് എന്നിട്ട് പറഞ്ഞു കൊടുക്കും. കുട്ടികളെ നമുക്ക് വയ്യാന്ന് പറഞ്ഞ് എവിടെയെങ്കിലും ഇരുന്ന് പോകും. അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ എപ്പോഴും നമ്മൾ നേരത്തെ പഠിച്ച് നടന്ന കാലത്തെക്കുറിച്ച് ഓർക്കുക, അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരുമായിട്ട് സംസാരിച്ചിരുന്ന കാലത്തെക്കുറിച്ച് ഓർത്തിട്ട് നിങ്ങൾ ജോലി ചെയ്യും. അപ്പം നിങ്ങൾക്ക് നല്ല ചൊറി ഓർക്കുണ്ടാവും.
ഞാൻ മിക്കവാറും ഓർക്കുന്നത് എൻ്റെ അമ്മയെ തന്നെയാണ്. ജോലി ചെയ്യുന്നതാണെങ്കിലും ശരി, ഡാൻസ് ചെയ്യുന്നതാണെങ്കിലും ശരി, പറഞ്ഞല്ലോ എനിക്കൊന്നും ചെയ്യാനൊരു മടിയില്ല, ഞാൻ ഭയങ്കര എനർജിയാണ്, എനിക്കെല്ലാം ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണെന്ന്. എന്ന് വെച്ചാൽ ഇന്നത്തെ ദിവസം കഴിഞ്ഞാൽ നാളെ നമുക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലോ, നമ്മൾ വല്ലയിടത്തും വീണ് കിടക്കുകയോ അല്ലെങ്കിൽ നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് തുടച്ച് നീക്കം ചെയ്താലോ. അപ്പം അതിലും നല്ലത് നമുക്ക് ഇന്ന് ചെയ്യാൻ കഴിയുന്നതിന് ചെയ്യുന്നതല്ലേ. എന്തെങ്കിലും കയ്യിൽ നിന്ന് എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാലോ അത് പോയാലോ അത്രയ്ക്ക് സങ്കടം ഉണ്ടെങ്കിലും അത് സാരമില്ലാതെ പോട്ടെ, അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാന്ന് തോന്നിയിട്ടുണ്ട്. അതെ, അങ്ങനെ തന്നെ. ഉം. നമുക്ക് നഷ്ടപ്പെട്ടതിനെ പിടിച്ചെടുക്കാൻ പറ്റില്ലല്ലോ. എന്നോട് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എല്ലാത്തിനും, ഭക്ഷണത്തിന് മുതൽ വസ്ത്രത്തിന് വരെ. ഒരു വസ്ത്രം മാത്രം എടുത്തുകൊണ്ട് പഠിക്കുന്ന കാലത്ത് ഞാൻ ഈ ഗേൾസ് ഹൈസ്കൂളിൽ ഇവിടെ നിന്ന് വീട്ടിലെത്തുമ്പോൾ ഏകദേശം കുറേ സമയമോ എങ്കിലും എനിക്ക് പറ്റുന്ന പണിയൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഡ്രസ്സ് ഉണക്കി അന്നേരം നനച്ച് ഇട്ടിട്ട് രാത്രി ആകുമ്പോൾ 8 മണിക്ക് അവിടെ നിന്ന് ഇറങ്ങി ബസ് സ്റ്റോപ്പ് വരെയും വന്ന് കഴിഞ്ഞിട്ട് ബസ് കയറി ഇവിടെ വന്ന് ജോസ് ജംഗ്ഷനിൽ ഇറങ്ങിയിട്ട് വേണം എനിക്ക് ഗേൾസ് ഹൈസ്കൂളിലോട്ട് വരാനായിട്ട്. ഈ ചെറുപ്പത്തിൽ തൊട്ട് ഇത്രയും എനർജിയോടെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഇത്രയും ബുദ്ധിമുട്ടും കഷ്ടപ്പാടിലൂടെ ഒക്കെ പോയിട്ട് ഇവിടെ നിൽക്കുന്നതുകൊണ്ടായിരിക്കും ഈ ഒരു 70-ആം വയസ്സിൽ ഇത്രയും ആരോഗ്യത്തോടെ. എനിക്കൊക്കെ കുറച്ച് ഡാൻസ് കളിക്കത്തേക്ക് പുറമേനെ എടുക്കാൻ തുടങ്ങും. ഞാൻ നോക്കാത്ത ചേച്ചിയൊക്കെ ഫുൾ എനർജിയിലെ ഡാൻസ്. വേദനയില്ല, കൈക്ക് വേദനയില്ല എന്നൊന്നും പറയാം, അതൊക്കെ ഉണ്ട്. അപ്പം തന്നെ എന്തെങ്കിലും ഒരു എക്സസൈസ് ചെയ്യും, അതോടെ അതങ്ങ് പോകും. അച്ഛനുള്ള കാലത്ത് എനിക്ക് പുറത്തൊന്നും പോയി പാടാനൊന്നും അനുവദിക്കില്ല. വീട്ടിൽ പാടാം, എന്ത് ചെയ്യുമ്പോഴും മൂളിപ്പാട്ടോടുകൂടിയേ ചെയ്യുള്ളൂ. അടുക്കള ജോലിയായിന് എൻ്റെ അമ്മായിയമ്മ ഒരുപാട് വഴക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചേച്ചി നമ്മുടെ കൂടെ എത്ര നേരം സംസാരിച്ചതിലും നമ്മൾക്ക് വേണ്ടിയിട്ട് ലൈഫ് നെറ്റ് ടിവിക്ക് വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ചെയ്തതിലും ഞാൻ വിളിച്ചപ്പോൾ തന്നെ ഇത്രയും എനർജിയോടെ നമുക്ക് വേണ്ടി സമയം കണ്ടെത്തി വന്നതിലൊക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. ഇനിയും എന്താ പറയുക, ഓരോ പ്രോഗ്രാമിന് വരുമ്പോൾ ഇതിനേക്കാൾ എനർജറ്റിക് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഞാൻ നിങ്ങളോടാണ് താങ്ക് യു പറയേണ്ടത്. എനിക്കിങ്ങനെ ഒരു അവസരം ഒരുക്കി തന്നതിന് ഇവിടുത്തെ എല്ലാവരോടും നിങ്ങളോടും എൻ്റെയും നന്ദി. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി.